Hello everybody, Namaskaram all. I think everybody is super fine. This time comes up with a top requested video content from the student side. Exams ഒക്കെ അടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് പലപ്പോഴും പറ്റുന്ന ഒരു ബിഗ് മിസ്റ്റേക്സ് ആണ്. They are preparing properly. But unfortunately, when they're coming into exam hall, they can't perform well. And that's why they are failing. Remember, നമ്മുടെ വാല്യുവേറ്റർ എപ്പോഴും ജഡ്ജ് ചെയ്യുന്നത് 3 hourലെ നിങ്ങളുടെ എക്സാം പെർഫോമൻസ് ആണ്. They will never look back to your preparations. Maybe you prepared for 6 or 9 months. But who cares? They will only judge your performance in the exam hall. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം ഹോളിലോട്ട് കടക്കുന്നതിന് മുന്നേ യു മസ്റ്റ് ലേൺ ഹൗ ടു അപ്രോച്ച് an എക്സാം ഹോൾ പ്രൊഫഷണലി. സ്വാഭാവികമായിട്ടും പലപ്പോഴും കുട്ടികൾ ഒന്നുകിൽ ദേ ഡോണ്ട് ഹാവ് പ്രോപ്പർ സ്ട്രാറ്റജി ഓർ ദേ ഡോണ്ട് ഹാവ് പ്രോപ്പർ മൈൻഡ് സെറ്റ്. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ച പോലെ എക്സാം പേപ്പറിൽ അവർക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇതിനി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ റിമെമ്പർ, എൻ്റെ സ്റ്റുഡൻസ് എക്സ്പീരിയൻസിൽ നിന്നും മറ്റൊന്ന് ഞാൻ നിയർലി ഒരു 10,000 സ്റ്റുഡൻസിനെ കണ്ട് അവരുടെ ഫീഡ്ബാക്കിൽ നിന്നും അതുപോലെ തന്നെ ICMIയുടെ എക്സാം പാറ്റേൺ സ്ട്രാറ്റജിയിൽ നിന്നാണ് ഇനി പറയുന്ന സീക്രട്ട് ടിപ്സ്. റിമെമ്പർ, I'm directly moving to my tips. Remember, first of all, ICA ആവട്ടെ ICMA ആവട്ടെ അവർ സെറ്റ് ചെയ്യുന്ന പേപ്പറിന് they always have a strategy. ബിക്കോസ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് 1949 ICA ഇൻസ്റ്റിറ്റ്യൂട്ട്, ICMA 1959. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ദേ ആർ കണ്ടക്ടിങ് എക്സാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കട്ട് ഓഫ് പെർസെൻറ്റേജ് ആളുകളെ മാത്രം ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു പ്ലാൻ ദ പേപ്പർ. അതുകൊണ്ട് തന്നെ ഓരോ പേപ്പറിനും ദേ ഹാവ് എ സ്ട്രാറ്റജി. അതിന് ഞാൻ എന്ത് ചെയ്യാണ്, 3 സ്ട്രാറ്റജി ആയിട്ട്, അതായത് ഒരു പേപ്പറിന്റെ ഈസിനെസ് ബേസ് ചെയ്തിട്ട് I'm classifying into 3, either easy one or moderate one or super tough paper. Remember, നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ, അതായത് CA ആവട്ടെ CMA ആവട്ടെ ഗ്രൂപ്പ് വൈസ് എക്സാമിൽ ഒരു ഗ്രൂപ്പിൽ എപ്പോഴും സ്വാഭാവികമായിട്ടും ഒന്നുകിൽ CMA ആണെന്നുണ്ടെങ്കിൽ 4 പേപ്പർ ഉണ്ടാവും റെഡി, അല്ലെങ്കിൽ CA ആണെന്നുണ്ടെങ്കിൽ 3 പേപ്പറാണ് കറണ്ട് സിലബസ് പ്രകാരം. ഈ 4 പേപ്പറിൽ അവര് ഒന്നുകിൽ they set a combo super tough പേപ്പർ ഒന്നുണ്ടാവും, ഒപ്പം ഒരു ഈസി പേപ്പർ ഉണ്ടാവും, ആൻഡ് പ്രോബബ്ലി 2 മോഡറേറ്റ് പേപ്പർ. ക്ലിയർ? അല്ല എങ്കിൽ 4 മോഡറേറ്റ് പേപ്പർ റെഡി. ഇതുപോലെ CA ആണെന്നുണ്ടെങ്കിലും ഒരു സൂപ്പർ ടഫ് പേപ്പർ ഉണ്ടാവും, ഒരു ഈസി പേപ്പർ ഉണ്ടാവും, ഒരു മോഡറേറ്റ് പേപ്പർ ഉണ്ടാവും. റൈറ്റ്? ദിസ് ഇസ് എ യൂഷ്വൽ പാറ്റേൺ. ക്ലിയർ? സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ഫൈനൽ എക്സാം ഒക്കെയാണ് ഇതെന്നെങ്കിൽ റെയർലി ഇൻ സം അറ്റംപ്റ്റ്സ് 2 സൂപ്പർ ടഫ് പേപ്പറുകൾ കാണാം. സോ ഇൻ ഷോർട്ട്, അവരുടെ എക്സാം പേപ്പറിൽ they have this kind of strategies. അപ്പൊ എന്താണ് സർ പറയുന്ന ഈ ഈസി പേപ്പർ, മോഡറേറ്റ് പേപ്പർ ഓർ സൂപ്പർ ടഫ് പേപ്പർ? റിമെമ്പർ, ഇൻ മൈ എക്സ്പീരിയൻസ്, റിമെമ്പർ നമ്മുടെ ഒരു 128ന്റെ CMA ആണെങ്കിൽ 128ന്റെ മാർക്ക് ടോട്ടൽ മാർക്ക് ആയിരിക്കും, CA ആണെങ്കിൽ 114 മാർക്ക് ആയിരിക്കും. ഈ 140 or 28ല് ഒരു 80 and above മാർക്സ് നിങ്ങൾക്ക് അറിയുന്ന ഫെമിലിയർ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിനെ ഐ വിൽ ഡിഫൈൻ ഇറ്റ് ആസ് ഈസി. എന്താണ് സർ ഈ ഫെമിലിയർ എന്ന് പറഞ്ഞാൽ? റിമെമ്പർ, കൺസേൺഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന അവൈലബിൾ സോഴ്സ് ആണ് ഒന്ന് സ്റ്റഡി മെറ്റീരിയൽ ഓർ സംടൈംസ് വർക്ക് ബുക്ക് ഉണ്ടാവും, ആൻഡ് അതിനപ്പുറത്തേക്ക് RTPs ആൻഡ് PTPs, പാസ്റ്റ് ടെസ്റ്റ് പേപ്പർ. ഈ സോഴ്സ് ഓൾ ഇന്ത്യയിലെ എല്ലാ കാൻഡിഡേറ്റ്സിനും അവൈലബിൾ ആണ്. ഈ സോഴ്സിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നത് എങ്കിൽ ആ ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ആൻഡ് ആ പേപ്പറിൽ 80-നപ്പുറത്തേക്ക് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതൊരു ഈസി പേപ്പറാണ്. ക്ലിയർ? റെഡി? ആൻഡ് അപ്പൊ സ്വാഭാവികമായിട്ടും മെറ്റീരിയലിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിലും മെറ്റീരിയൽ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഐ വിൽ ഡിഫൈൻ ദാറ്റ്സ് ആൻ ഈസി. നിങ്ങൾക്ക് ഈസി ആണോ എന്നല്ല, ജനറലി ആ പേപ്പർ ഈസി ആണോ എന്നുള്ളതാണ്. നൗ ആ
മാർക്ക് കൗണ്ട് 80ക്ക് പകരം ഒരു 60 to 90 ഓൺ എൻ ആവറേജ് ഒരു 60-70 റേഞ്ചിലൊക്കെ വരികയാണ് ഫെമിലിയർ ക്വസ്റ്റ്യൻസ് എങ്കിൽ അതിനെ നമുക്കൊരു മോഡറേറ്റ് പേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാം. ബട്ട് റിമെമ്പർ, എന്താണ് ഈ സൂപ്പർ ടഫ് പേപ്പർ എന്ന് ചോദിച്ചാൽ ഈ മാർക്ക് കൗണ്ടില് 70 ആൻഡ് എബവ് ഓൺ എൻ ആവറേജ് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ജനറൽ ട്രെൻഡ് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ, അതായത് ഭൂരിഭാഗം ക്വസ്റ്റ്യനും അൺഫെമിലിയർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഐ വിൽ സേ ദാറ്റ്സ് എ സൂപ്പർ ടഫ് പേപ്പർ. സോ എന്താണ് സർ ഈ അൺഫെമിലിയർ എന്ന് പറഞ്ഞാൽ? ഈ അൺഫെമിലിയർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സോഴ്സിൽ നിന്നും നിങ്ങൾ ചെയ്ത ഡിറ്റോ ക്വസ്റ്റ്യൻ അല്ല, പകരം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിൽ 1-2 അഡ്ജസ്റ്റ്മെന്റ്സ്. ഇപ്പോൾ എസ്പെഷ്യലി അക്കൗണ്ട്സ്, കോസ്റ്റിംഗ്, FM പോലെയുള്ള പ്രോബ്ലം പേപ്പറിൽ 1-2 അഡ്ജസ്റ്റ്മെന്റ് സംതിങ് ന്യൂ ആണ്, വിയേർഡ് ആണ് എങ്കിൽ അതൊരു അൺഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ്. അത്തരത്തിൽ ഏകദേശം ഒരു 60 അല്ലെങ്കിൽ 70 മാർക്കിന് ന്യൂ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ ആ പേപ്പർ ആക്ച്വലി സംതിങ് സൂപ്പർ ടഫ് ആണ്. ഇതാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഓരോ പേപ്പറും. റൈറ്റ് നൗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിൽ എന്തായാലും ഒരു സൂപ്പർ ടഫ് പേപ്പർ ഉണ്ടാവും. റെഡി? അപ്പൊ ഈ സൂപ്പർ ടഫ് പേപ്പറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ഞാൻ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലോട്ട് ഡെലിവർ ചെയ്യുന്നത്. ഇതൊരിക്കലും പലപ്പോഴും you will never learn from your books, and maybe you are not learning from your faculties, because faculties generally അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ബട്ട് ഒരു സൂപ്പർ ടഫ് ചാലഞ്ചിങ് പേപ്പറിൽ എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം, ദിസ് ഇസ് വാട്ട് ഐ എം സെയിങ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസസ്. ക്ലിയർ? സോ നൗ ഹൗ ടു ഹാൻഡിൽ ദ ടഫ് എക്സാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഈ ടഫ് എക്സാംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ സർ എങ്ങനെയാണ് ഇത് ടഫ് ആണോ ഈസി ആണോ എന്ന് മനസ്സിലാക്കല്. റിമെമ്പർ, 15 മിനിറ്റിന്റെ ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ വായിക്കുമ്പോൾ യു സീ മെനി അൺഫെമിലിയർ ക്വസ്റ്റ്യൻ ആൻഡ് ആ 15 മിനിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ യു ഫീൽ സംടൈംസ് ബ്ലാങ്ക്. റൈറ്റ്? അല്ലെങ്കിൽ നമ്മുടെ ദിലീപിന്റെ ഒക്കെ ഫിലിമിൽ പറയുന്ന പോലെ കുറച്ച് പുക ഇങ്ങോട്ട് പറയണമെങ്കിൽ അല്ലെങ്കിൽ കിളി പാറയാണെങ്കിൽ ഉറപ്പിച്ചോ ദാറ്റ് ഇസ് എ സൂപ്പർ ടഫ് പേപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൗണ്ടിലോട്ട് അത് എത്തുന്നുണ്ടെങ്കിൽ അതൊരു സൂപ്പർ ടഫ് പേപ്പറാണ്. അങ്ങനെയാണ് എങ്കിൽ ആ മൊമെന്റ് ഓൺവേർഡ്സ് നിങ്ങളുടെ ബാക്കിയുള്ള 3 മണിക്കൂർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. റെഡി? റിമെമ്പർ, ഇത്തരം ക്വസ്റ്റ്യൻസിൽ ആദ്യമേ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഫീൽ ഹാപ്പി എന്ന് പറയുന്നത്, നിങ്ങൾ ഏകദേശം പറഞ്ഞ ICAIയുടെ മെറ്റീരിയൽസ്, RTP, PTPs ഒക്കെ 2-3 തവണയൊക്കെ കവർ ചെയ്തിട്ടാണ് പോയത്. എന്നിട്ടും ഇതുപോലെയുള്ള അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ ഇത് നിങ്ങൾക്ക് മാത്രമല്ല തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനും ഇതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സങ്കടം നമ്മുടേത് മാത്രമല്ല, ഓൾ ഇന്ത്യയിലെ എല്ലാ കാൻഡിഡേറ്റ്സിനുമാണ്. വിഷമം നമുക്ക് മാത്രമല്ലല്ലോ, നമുക്ക് മാത്രമാണെങ്കിലല്ലേ റിയലി വിഷമം വരിക. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഉള്ള ഒരു ചലഞ്ചിങ് ഐറ്റമാണ്. ആൻഡ് നൗ ആ മൊമെന്റ് ഓൺവേർഡ്സ് സ്വാഭാവികമായിട്ടും ഒരു നോർമൽ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും കുറച്ച് ബ്ലാങ്ക് ആയിരിക്കും. ബട്ട് ഇനി നിങ്ങൾ എങ്ങനെയാണ് ആ ടെൻഷനെ കൃത്യമായി പ്രൊഫഷണലി മാനേജ് ചെയ്തിട്ട് ആ എക്സാം ഹോളിൽ ഷൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള ഒരു മോറൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ, first of all, this is a professional game. Never approach emotionally. That means some of the students സ്വാഭാവികമായിട്ടും ടെൻഷൻ അടിച്ചിട്ട് ആ ബ്ലാങ്ക് ആയിട്ട് അങ്ങനെ നിൽക്കും ഒരു 1.5-2 മണിക്കൂർ. അവർക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ പ്ലേയിങ് ഇമോഷണലി, ദേ ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ് പേപ്പർ. റിമെമ്പർ, ഇത്തരത്തിലൊരു പേപ്പർ കിട്ടുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് accept that super tough paper beautifully. Remember, നിങ്ങൾ ഒരിക്കലും 90-49 or 59 മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ അറ്റംപ്റ്റിലും ഇതുപോലെയുള്ള ഒരു പേപ്പർ കാണുന്നുണ്ടെങ്കിൽ ഈ പേപ്പർ ഒന്നും ഇല്ലാത്തൊരു അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ജയിക്കാമെന്ന് കരുതരുത്. അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർ ടഫ് പേപ്പറിനെ ആക്സെപ്റ്റ് ചെയ്ത് അത് ഷൈൻ ചെയ്ത് ജയിക്കാൻ പറ്റണം.
റെഡി? അപ്പൊ ടഫ് ആണെന്ന് കരുതി മാറി നിൽക്കാണ്ട് നൗ എങ്ങനെ നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യണം. റെഡി? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു എലിമിനേഷൻ റൗണ്ട് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഒരു മേജർ കുട്ടികളെ ഇതിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണം. ആ ഗ്രൂപ്പിലെ ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണിത്. അപ്പൊ അവർ നമ്മളെ തോൽപ്പിക്കാനാണ് നോക്കുന്നത്. നമ്മൾ തോൽക്കാതിരിക്കണം. അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ആ കൂൾ ഓഫ് ടൈമിൽ സെറ്റ് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ക്വസ്റ്റ്യൻസിൽ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യണം ആൻഡ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ഓർഡർ. അവിടെ ആദ്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ICMA ആവട്ടെ ICA ആവട്ടെ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ഇതൊരിക്കലും നിങ്ങൾ കൂൾ ഓഫ് ടൈമില് നെവർ റീഡ് ഇറ്റ്. കാരണം കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ച 2 ഡിസിഷൻ എടുക്കാനുള്ള ടൈമാണ്. ക്ലിയർ? ആൻഡ് ഇനി വരുന്ന 3 മണിക്കൂറിലെ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്യാനുള്ള ടൈമാണ്. അവിടെ നിങ്ങൾ MCQs വായിക്കരുത്. പകരം MCQs പിന്നെ എപ്പോഴാണോ നിങ്ങൾ വായിക്കുന്നത് ആ ഒരു 1 ടൈം റീഡിങ് 1 ടൈം ആൻസറിങ്, ഇതാണ് എപ്പോഴും ഒരു ബെറ്റർ സ്ട്രാറ്റജി ഇൻ മൈ സെൻസ്. റെഡി? അപ്പൊ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ കമ്പൽസറി ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വായിക്കണ്ട. അത് എന്തായാലും എഴുതണല്ലോ. മാത്രമല്ല MCQs എന്ന് പറഞ്ഞാൽ 1 ടൈം റീഡിങ് 1 ടൈം ആൻസറിങ് ആവണം. അതുകൊണ്ട് തന്നെ 2 ടൈം റീഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് അതൊരു അൺവാല്യൂ ആഡഡ് ടൈമാണ്. സോ ഫസ്റ്റ് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ MCQs വായിക്കാതിരിക്കുക. നൗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യണം. ഈ ഒരു ഡിസിഷൻ സൂപ്പർ ടഫ് പേപ്പറിൽ ഒരിക്കലും എളുപ്പമാവില്ല. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ എക്സാം എഴുതിയിരുന്ന സമയത്ത്, എസ്പെഷ്യലി എൻ്റെ ഫൈനലിലൊക്കെ പേപ്പർ അറ്റംപ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു കോഡിംഗ് ട്രാക്ക് ഞാൻ നിങ്ങൾക്ക് പറയാം. റെഡി? ഇപ്പൊ ലെറ്റ്സ് സേ ഞാൻ ഹോൾ ടിക്കറ്റ് കിട്ടിയാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് CAയിൽ 6 ക്വസ്റ്റ്യൻ ആണെന്നുണ്ടാവുക. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം കൂൾ ഓഫ് ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കും, വായിക്കാം. ജസ്റ്റ് നമ്മൾ ഏകദേശം ഒരു 1 ടൈം റീഡിങ് നടത്തും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇമാജിൻ എനിക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്. മേ ബി ഞാൻ സ്കിപ്പ് ചെയ്ത ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ 100% എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു ക്രോസ് ചെയ്ത് വെക്കും. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു, പക്ഷെ അത് ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഐ എം സോ കോൺഫിഡൻറ്റ്, ഐ നോ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. അടുത്തത് ഞാൻ വായിച്ച് ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഓക്കെയാണ്. അപ്പോൾ കിട്ടില്ല കൈൻഡ് ഓഫ് ഒരു 50-50 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാനൊരു സർക്കിൾ വരക്കും. ഇങ്ങനെ ഈ 6 ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് കോഡ് ചെയ്യും. അതായത് അടുത്തത് വായിക്കുന്നത് A വായിക്കുന്നത് കിട്ടും, B വായിക്കുന്നത് കിട്ടുന്നില്ല, C വായിക്കുന്നത് കിട്ടുന്നില്ല, D കിട്ടും. ഇങ്ങനെ 6 ക്വസ്റ്റ്യനും ഞാൻ കോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ നേരത്തെ കാണിച്ച ഈ 2 ഡിസിഷനും എളുപ്പമായിരിക്കും. ഒന്ന്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതാണോ കൂടുതൽ മാർക്കിന് ക്രോസ് വന്നത് അതിനെ എലിമിനേറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും പറയാണ്, സൂപ്പർ ടഫ് പേപ്പറിൽ ആ ഒരു ഡിസിഷൻ അത്ര എളുപ്പമാവില്ല. കാരണം സമനിലയിൽ നിൽക്കുന്ന കുറെ ഐറ്റംസ് ഉണ്ടാവും. ഇപ്പോ ഒരു 2-3 ക്വസ്റ്റ്യൻ ഒരേ മാർക്കിന് നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കും. കാരണം അവർ ഈ ക്വസ്റ്റ്യൻസിന്റെ കോംബോ ഇടുമ്പോൾ എല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഒരു ലോട്ടിലും അറിയാത്ത ക്വസ്റ്റ്യൻ മറ്റൊരു ലോട്ടിലും അല്ല. അവർക്കറിയാം ഇതിൽ ഏതാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലോട്ടിൽ ഇത് കൃത്യമായിട്ട് അവർ മാനേജ് ചെയ്തിട്ടുണ്ടാവും. അതിനെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പൊ ആ ഡിസിഷൻ എടുക്കുമ്പോൾ ടൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം കൺസ്യൂമിങ്ങും നിങ്ങളുടെ ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണോ എന്ന് തെരഞ്ഞെടുത്തിട്ട് ഒരു സ്പോട്ട് ഡിസിഷൻ എടുക്കണം. വൺസ് ഒരു ഡിസിഷൻ എടുത്തു നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഗോ വിത്ത് ദാറ്റ് ഡിസിഷൻ ബോൾഡ്ലി. പിന്നെ നിങ്ങളെ ഡൗട്ട് ചെയ്യരുത്. നിങ്ങളെടുത്ത ഡിസിഷൻ ആണ് പെർഫെക്റ്റ്ലി ശരി. പിന്നെ അയ്യോ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഡിസിഷൻ എടുത്താൽ മതി എന്നിട്ട് ഇത് വെട്ടിയിട്ട് അതിലോട്ട് പോകുന്ന കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുന്ന ഡിസിഷൻ കൂളായിട്ട് എടുക്കുക, ആലോചിച്ചിട്ട് എടുക്കുക. ബട്ട് വൺസ് യു ടേക്ക് എ ഡിസിഷൻ ദെൻ നെവർ ഡൗട്ട് യുവർ സെൽഫ്. റെഡി? അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ഏത് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യ റൗണ്ടിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്? ഈ ടൈമിൽ നിങ്ങളുടെ മെന്റാലിറ്റി, ഒരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടല്ലേ ടെൻഷൻ ആയത്? അതിലൊരു 70 മാർക്കല്ലേ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ, അത് തൽക്കാലം മാറ്റിവെക്കുക.
Now your focus should be to the rest of 40 to 50 marks. Ready? So അതായത് നിങ്ങൾക്ക് ഇതിൽ അറിയുന്ന ഒരു 30 അല്ലെങ്കിൽ 50 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിനെ മാത്രം ഫസ്റ്റ് ഹാഫിൽ ഫോക്കസ് ചെയ്യാം. ഇങ്ങനെ ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജിയാണ് ഇത്തരം സൂപ്പർ ടഫ് പേപ്പറിൽ നടത്തേണ്ടത്. ഫുട്ബോൾ സ്ലാങ്ങിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പേപ്പറിൽ ഒരിക്കലും നിങ്ങൾ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം കളിക്കാണ്ടിരിക്കുക. പകരം നിങ്ങൾ ഈ 30 മാർക്ക് 40 മാർക്ക് ആദ്യം സേഫ് ആക്കുന്ന രീതിയിൽ ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജി കീപ്പ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ സെറ്റ് ചെയ്ത കോഡിൽ നിന്നും അറിയുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ അത് ആദ്യ മണിക്കൂറുകളിൽ എഴുതുക. ആദ്യം 1 ബി എഴുതി, റെഡി? 1 ബി എഴുതിയാൽ പിന്നെ നിങ്ങൾ 1 സി എഴുതാൻ നിൽക്കരുത്. കാരണം തുടക്ക മണിക്കൂറുകളിൽ ഡിസ്കംഫർട്ട് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ യു വിൽ ബി മോർ ടെൻസ്ഡ്. കാരണം നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല വെല്ലായിട്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു സിറ്റുവേഷൻ കൊടുക്കണ്ട. അപ്പൊ നിങ്ങൾ ആ ലോട്ട് തന്നെ ബാക്കി 2 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ സർ, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് രണ്ടും എഴുതാം, അല്ലെ സ്പേസ് അവിടെ വിടാം. എന്നാൽ ഒരു ലോട്ട് കംപ്ലീറ്റ്ലി ഒരിടത്ത് വരും, റെഡി? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 2 എ അറിയുന്നതാണ്, 3 ഡി അറിയുന്നതാണെങ്കിൽ ആ ഒരു ഓർഡറിൽ പോവുക. അറിയാത്തത് ഡിസ്കംഫർട്ട് ക്വസ്റ്റ്യന് സ്പേസ് വിടാം. ഇനി സ്പേസ് വിടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് പലപ്പോഴും നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ടാവും, ഒരു ലോട്ട് എടുത്താൽ അതിലെ ഫുൾ സബ് ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തിട്ടേ അടുത്ത ലോട്ടിലോട്ട് പോകാവൂ എന്ന്. ആക്ച്വലി അങ്ങനെ ഒരു റൂൾ ഇല്ല, റെഡി? പക്ഷേ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഈ വാല്യുവേറ്റർക്ക് എപ്പോഴും നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ കംഫർട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേപ്പറിന്റെ സ്കോറിങ്ങിലും ബാധിക്കും. ഇപ്പൊ നിങ്ങൾ 1 ബി എഴുതിയിട്ട് നേരെ 5 ഡി എഴുതുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വാല്യൂ ചെയ്യരുത് എന്നൊരു നിയമമൊന്നുമില്ല. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് അതിന് പറ്റിയിട്ടില്ലെങ്കിൽ സ്റ്റിൽ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്, സ്പേസ് വിടാതെ തന്നെ. പക്ഷെ ഞാൻ എപ്പോഴും പേഴ്സണലി സജസ്റ്റ് ചെയ്യുക, ഒരു ലോട്ട് എടുത്താൽ അത് ഫിനിഷ് ചെയ്യുക. പക്ഷേ ആദ്യം തന്നെ അതിന് അറ്റംപ്റ്റ് ചെയ്യണമെന്നില്ല. യു കീപ് ദാറ്റ് സ്പേസ്. സ്പേസ് വിടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പേജ് എസ്പെഷ്യലി പ്രോബ്ലം പേപ്പറിൽ ഒരു പേജ് ലീവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു കീപ് ഡബിൾ സ്പേസ്, 2 പേജ് ലീവ് ചെയ്യുക. കാരണം പിന്നീട് ക്രോസ് വന്നാൽ ചിലപ്പോൾ ആ ഉദ്ദേശിച്ച സ്പേസിൽ ഫില്ല് ചെയ്തോളണം എന്നില്ല, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇങ്ങനെ തുടക്ക മണിക്കൂറുകളിൽ യു ഫോക്കസ് ഓൺലി ടു ദോസ് ക്വസ്റ്റ്യൻസ് യു നോ ഇറ്റ്. കംഫർട്ടബിൾ ക്വസ്റ്റ്യനിലൂടെ ആദ്യ മണിക്കൂർ മാത്രം. ദിസ് ഇസ് എ ബ്രില്യൻറ്റ് സ്ട്രാറ്റജി കീപ്പിംഗ് ബൈ റാങ്ക് ഹോൾഡേഴ്സ് ഓർ റിയൽ ചാമ്പ്യൻസ്. അപ്പോ നിങ്ങൾ ഒരിക്കലും, പക്ഷെ ഭൂരിഭാഗം കുട്ടികൾ എന്താ ചെയ്യുന്നത്, ഈ 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആടെ സ്റ്റക്കായി നിൽക്കും. ഇതല്ല വേണ്ടത്. യു ഫോക്കസ് ദാറ്റ് റെസ്റ്റ് ഓഫ് 30 to 50 മാർക്ക് ക്വസ്റ്റ്യൻ. അതിനെ ഫോക്കസ് ചെയ്ത് അത് പിടിക്ക്, അത് കൃത്യമായിട്ട് സോർട്ട് ചെയ്യ്. ബാക്കിയുള്ളത് ഇപ്പൊ ആലോചിക്കണ്ട. അങ്ങനെ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഈ എലിമിനേഷൻ റൗണ്ടിലെ ഡേഞ്ചർ സോൺ നിങ്ങൾ കടന്നു കഴിഞ്ഞു. ഒരു 40 മാർക്സിനോട്ട് ഓൾമോസ്റ്റ് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ളതെല്ലാം നമുക്ക് ലാഭമാണ്. ഫീൽ മോർ ഹാപ്പി, ഫീൽ മോർ കോൺഫിഡൻറ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അത്തരം അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ശ്രദ്ധിച്ചു കേൾക്കാം, നിങ്ങൾ ബാക്കിയുള്ള അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് ഇല്ലേ മക്കളെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾ എഴുതാണ്ട് എക്സാമോളോ ഒന്ന് പോരണമെന്നാണോ സർ പറയുന്നത്? നോ നോ നോ. ഇനിയാണ് ഗെയിം റിയലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ അൺഫെമിലിയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അറിയാത്ത ക്വസ്റ്റ്യൻ എന്നല്ല. മേ ബി 1, 2, 3 അഡ്ജസ്റ്റ്മെന്റ്സ് സംതിങ് ന്യൂ ആയിരിക്കാം എന്ന് കരുതി ആ ക്വസ്റ്റ്യൻ ഒട്ടും അറിയില്ല എന്നല്ല. അപ്പോൾ നിങ്ങൾ എടുത്ത ഓപ്ഷനിലെ അൺഫെമിലിയർ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ചിലപ്പോൾ ആദ്യം വായിക്കുമ്പോൾ ഒരു സ്പാർക്ക് വരില്ല. റീഡ് ഇറ്റ് അഗെയിൻ. എന്നിട്ട് സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട 2 മൈൻഡ് സെറ്റ് ആണ്. ഒന്ന്, കാണാത്ത ക്വസ്റ്റ്യൻ is not equal to കിട്ടാത്ത ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ഐ യൂഷ്വലി സേ. റെഡി? അതായത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, ഡിറ്റോ അല്ല എന്ന് കരുതിയാൽ എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്നല്ല അർത്ഥം. നിങ്ങൾ നിങ്ങളുടെ നോളജ് ലെവലും നിങ്ങളുടെ പ്രാക്ടീസിങ് ലെവലും വെച്ചിട്ട് ഒരു 1-2 അഡ്ജസ്റ്റ്മെന്റ്സ് കാരണം
ഫെമിലിയർ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി അറിയില്ല എന്നല്ല. സോ യു മസ്റ്റ് കീപ് ഓൺ ട്രൈയിങ് ഫോർ ദാറ്റ്. റെഡി? ആൻഡ് രണ്ടാമത് അതിൽ ശ്രദ്ധിക്കേണ്ടത് ബി ഹാപ്പി വിത്ത് ഇംപെർഫെക്ഷൻസ്. അതായത് ഇത്തരം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ഒരു ഫിനിഷിംഗ് ആൻസറിലോട്ട് എത്തുക എന്ന് പറഞ്ഞ് ചിലപ്പോൾ സാധ്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു 8 മാർക്കിന്റെ അൺഫെമിലിയർ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 മാർക്ക് കിട്ടിയാൽ തന്നെ ബി ഹാപ്പി. ഈ 2 മാർക്ക് കിട്ടാൻ നമുക്കറിയാലോ നമ്മുടെ പേപ്പർ സ്കോറിംഗ് എങ്ങനെയാണ് വരാന്നുള്ളത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും മാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫൈനൽ ആൻസർ കിട്ടില്ല എന്ന് കരുതിയിട്ട് ഒന്നും കിട്ടില്ല എന്നല്ല. യു സ്റ്റിൽ സ്കോർ 2 to 3, 4 മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നതോട് കൂടെ നല്ലൊരു എമൗണ്ട് ഓഫ് മാർക്ക് നിങ്ങളോട്ട് വരില്ലേ ചെയ്യുന്നത്. സോ ഒരിക്കലും നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ പെർഫെക്ഷനിസ്റ്റ് ആവാൻ ശ്രമിക്കരുത്. സ്റ്റിൽ ബി ഹാപ്പി വിത്ത് ഇംപെർഫെക്റ്റ്. ഇത് ഞാൻ പറയാൻ കാരണം പല കുട്ടികളും ചില ഉത്തരം ടാലി ആയില്ല, ഒരു ഫൈനൽ ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിച്ചിട്ട് ആടെ സ്റ്റക്ക് ആയിട്ടിരിക്കും. നോ, നിങ്ങൾക്ക് അറിയാവുന്ന വർക്കിംഗ്സ് ഒക്കെ ചെയ്യുക, എന്നിട്ട് ടാലി ആയിട്ടില്ലെങ്കിൽ സ്റ്റിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ നിങ്ങൾ 5 മണി വരെ, അല്ലെങ്കിൽ മോർണിംഗ് ആണെങ്കിൽ അതിനനുസരിച്ച് ലാസ്റ്റ് മൊമെന്റ് വരെ ഫൈറ്റ് ചെയ്യുക. ഒരിക്കലും എക്സാം ഹാളിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോരുത്. ഒരിക്കലും എക്സാം ഹാളിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോരുന്നത് ഒരു ഹീറോയിസം അല്ല, അതൊരു ലോക്കൽ മൈൻഡ് സെറ്റിന്റെ പ്രോബ്ലമാണ്. നിങ്ങൾ ലാസ്റ്റ് മൊമെന്റ് വരെ ആ എക്സാം ഹാളിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്രയലേ മക്കളെ, അത് നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. അതിനു മുന്നേ നിങ്ങൾ അൺഫെമിലിയർ ആണെന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ചു വരുന്നത് ഒരിക്കലും ഒരു ചാമ്പ്യൻ മൈൻഡ് സെറ്റ് അല്ല. നിങ്ങൾ 5 മണി വയ്ക്കുമ്പോൾ സംടൈംസ് ഒരു എക്സ്ട്രാ ഒരു 1 മാർക്ക് വരാം. മേ ബി ആ 1 മാർക്ക് ആയിരിക്കാം ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടോട്ടൽ മാർക്കിനെ. സോ നൗ അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് പരമാവധി അറ്റംപ്റ്റ് ചെയ്യാം. Clear? So it's okay to have imperfect answer. Try your maximum to attempt 100 mark. Clear? ഓരോ ക്വസ്റ്റ്യനിലും അറ്റ്ലീസ്റ്റ് ഒരു 2 മാർക്ക് വന്നാൽ തന്നെ നല്ലൊരു മാർക്ക് വരും. ഈ അൺഫെമിലിയർ ക്വസ്റ്റ്യനിൽ നിന്ന് ഓൾറെഡി ഫെമിലിയർ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് മാർക്ക് ഉണ്ടാവും. ശരി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 2 മാർക്ക് മാത്രമാണ് കിട്ടാന്നല്ല. ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ 2 മാർക്ക് എന്നൊക്കെ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതിൽ ഏറെ കിട്ടാം. ക്ലിയർ? നൗ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പേപ്പറിൽ എന്നല്ല, ഇനി ഞാൻ പറയുന്നത് ഒരു ജനറിക് പെർസ്പെക്റ്റീവിലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ സംടൈംസ് നിങ്ങൾ ഫസ്റ്റ് ആൻസർ എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന കംഫർട്ടബിൾ ക്വസ്റ്റ്യൻ എഴുതണം. അത് നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. അതിലൂടെ നിങ്ങൾ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ കൊടുക്കണം. റെഡി? ബട്ട് അലോങ് സൈഡ് ഞാൻ പറയട്ടെ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഇനി പറയുന്ന പോയിന്റ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഇതിനായിരിക്കും ആ കുട്ടി ആദ്യ അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്റ്റക്ക് ആവരുത്. കാരണം ഞാൻ ഇത് മാത്രമാണ് പറയുന്നതെങ്കിൽ കുട്ടി ആലോചിക്കുക, അയ്യോ എൻ്റെ ബെസ്റ്റ് ഇംപ്രഷൻ പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കരുത്. ഒരിക്കലും ഒരു റോങ് ആൻസർ നിങ്ങളുടെ എൻറ്റയർ പേപ്പറിനെ ഡിഫൈൻ ചെയ്യില്ല. കീപ് മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ ശരിയാക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ ഡു ഇറ്റ്. നിങ്ങൾ സ്റ്റക്കായി നിൽക്കരുത്. സോ ഇറ്റ്സ് ഓക്കെ ടു ഹാവ് മിസ്റ്റേക്സ്. ബട്ട് ഒരു മിസ്റ്റേക്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായിട്ട് അനാവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. കീപ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇതൊരു റോളർ കോസ്റ്റർ റൈഡർ ആണ്. 100 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എസ്പെഷ്യലി ടഫസ്റ്റ് എക്സാമിൽ. സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. പക്ഷെ നിങ്ങൾ ഡൗൺ ആവുമ്പോൾ ആടെ നിൽക്കരുത്. യു കീപ് മൂവിങ് ഓൺ ടു ദ അതർ വൺസ്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾ ബെസ്റ്റ് ഇംപ്രഷൻ കൊടുക്കുന്ന രീതിയിൽ ആദ്യ ആൻസർ ചെയ്താ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ആൻസർ തെറ്റിയാലും സ്റ്റിൽ മൂവ് ഓൺ. ക്ലിയർ? ഞാൻ എൻ്റെ ഒരു പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം. റെഡി? ദാറ്റ്സ് ഇറ്റ്. ഇതെൻ്റെ CA ഫൈനലിൻ്റെ SFMന്റെ പേപ്പറാണ്. റെഡി? അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം തന്നെ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. പക്ഷേ അതും സംടൈംസ് മിസ്റ്റേക്സ്. അപ്പൊ ഇവരുടെ ഒരു മാർക്കിംഗ് നോക്കാം. ഇതൊരു 5 മാർക്കിന്റെ SFMലെ ക്വസ്റ്റ്യൻ ആണ്. റെഡി? ആൻഡ് അതില് ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റായിട്ട് സ്റ്റെപ്പ് വർക്കിങ്സ്
കറക്റ്റ് ആയിട്ട് ചെയ്തു, 2 മാർക്ക്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. പക്ഷേ അടുത്ത എന്തോ ഒരു വാക്കിംഗ് മിസ്സായി പോയി, അതിൽ കിട്ടേണ്ട മാർക്ക് കിട്ടിയില്ല, 0. അടുത്ത സ്റ്റെപ്പ് ശരിയാവുന്ന 1 മാർക്ക് കിട്ടി, ബട്ട് ഫൈനൽ ആൻസർ തെറ്റി. And I got 3 out of 5. 3 out of 5. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നത് എന്താണ്? ഒരു ഫൈനൽ ആൻസർ ടാലി അല്ലെങ്കിലും സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൽ സ്റ്റിൽ യു ക്യാൻ സ്കോർ എ ഗുഡ് മാർക്ക്. നോക്കൂ നിങ്ങൾ, എൻ്റെ ആദ്യ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നെ മിസ്റ്റേക്സ് വരുന്നുണ്ട്. But it's okay. You move on to the next one. Ready? That's it. So keep moving on and attempt every question. Still I'm scoring 71 in paper like SFM. Ready? That's it. So it's okay to commit some mistakes. ഒരിക്കലും stuck ആവില്ലേ. Move on. This is what I have to say. Clear? Ready? Now ഇനി നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മോറൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കീപ് എ ചാമ്പ്യൻ മൈൻഡ് സെറ്റ് ത്രൂ ഔട്ട് ദ എക്സാം ഹോൾ. അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴേക്ക് സ്റ്റക്ക് ആവുമ്പോഴേക്ക് തളരല്ലേ. ഓൾവേസ് ബിലീവ് ഇൻ യു. റിമെമ്പർ, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നെവർ ഡൗട്ട് യുവർ സെൽഫ്. റെഡി? ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും, ഈ പേപ്പർ ഞാൻ എടുക്കും എന്നുള്ള മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ. അയ്യോ ഇത് തെറ്റും, അയ്യോ എനിക്കിത് കിട്ടൂല. നോ, ദാറ്റ് ഷുഡ് നോട്ട് ബി ദ പെർസ്പെക്റ്റീവ്. യു ഷുഡ് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഈ എക്സാം, ഈ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടും എന്നുള്ള സക്സസ് വിഷ്വലൈസേഷനിൽ വേണം ഓരോ ക്വസ്റ്റ്യനും അപ്രോച്ച് ചെയ്യാൻ. റെഡി? ആൻഡ് എസ്പെഷ്യലി സൂപ്പർ ടഫ് പേപ്പറുകളൊക്കെ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ ആ ഒരു പേപ്പർ മാത്രമല്ല നിങ്ങൾ ജയിക്കുന്നത്, ആ എൻ്റയർ ഗ്രൂപ്പാണ് നിങ്ങൾ ജയിക്കുന്നത്. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, a great attitude, നിങ്ങൾ mindset attitude നിങ്ങൾ keep ചെയ്യണം. This is what I have to say. You look at this man, this picture. Ready? I'm not saying anything. Clear? But this picture, you know this guy and his mindset. Clear? In the ground. Ready? അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മൈൻഡ് സെറ്റിന് റിസൾട്ട് കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളിലോട്ട് ഉണ്ടാവും. റെഡി? സോ ഇതൊക്കെയാണ് ജനറലി പറയുന്നത്. പിന്നെ ജനറലി എല്ലാ ഫാക്കൽറ്റീസും മറ്റിടത്തു നിന്നൊക്കെ കേട്ട പല പോയിന്റ്സ് ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി സൂപ്പർ ടഫ് പേപ്പറുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇതറിയാതെ പല കുട്ടികളും ആ ഗ്രൂപ്പ് കുളമാക്കാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞത്. റെഡി? സോ ഐ തിങ്ക് എവറിബഡി ഈസ് ഹാപ്പി. നൗ എക്സാംസ് ഒക്കെ തുടങ്ങാണ്. സോ ബി ഹാപ്പി വിത്ത് യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് ഇസ് ഇനഫ്. ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഒപ്പം ഇതുപോലെയുള്ള മൈൻഡ് സെറ്റ് സ്ട്രാറ്റജികൾ കീപ്പ് ചെയ്യുക. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ആൻഡ് പേപ്പറിന് ഓരോ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങണം. ഈസി പേപ്പറും മോഡറേറ്റ് പേപ്പറും ആണെങ്കിൽ പിന്നെ ഞാൻ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ ഈസി പേപ്പറൊക്കെ ആകുമ്പോൾ ടൈം മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ നിന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇതൊന്നും ഇനി ബാക്കിയുള്ള അറിയുന്ന കാര്യംസ് ഒന്നും പറയാത്തത്. റെഡി? സോ വിത്തൗട്ട് ടേക്കിംഗ് ടു മച്ച് ടൈം, ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് ഷോ വിത്ത് എ good luck and all the best. Thank you. Ready? So, പൊളിക്ക് മക്കളെ. Ready? Bye bye. Signing off. Ramshad here.